ഇന്ന് ഓണം സദ്യയ്ക്ക് ആവശ്യമായിട്ടുള്ള നെല്ലിക്ക അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മളിപ്പോൾ 1/2 കിലോ നെല്ലിക്ക എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതിനെ വേവിച്ചെടുത്തിട്ട് വരാം. നെല്ലിക്ക വേവിക്കാനായിട്ട് ഒരു പാത്രം എടുത്തിട്ട് നമുക്ക് നെല്ലിക്കയെല്ലാം അതിലേക്ക് തട്ടിക്കൊടുക്കാം. ഇനി നമുക്ക് നെല്ലിക്ക മുങ്ങുന്ന രീതിക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നെല്ലിക്കയെല്ലാം ഇപ്പോൾ മുങ്ങുന്ന രീതിക്ക് വെള്ളമായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ തിളപ്പിക്കാം. ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് സമയം കൂടി കിടന്ന് തിളച്ചോട്ടെ. നെല്ലിക്കയെല്ലാം നല്ല പാകമായിട്ടുണ്ട്. നമ്മൾ കൈ കൊണ്ടിങ്ങനെ അമർത്തുമ്പോഴേക്കും അത് വിടർന്ന് വരണം. ഇതുപോലെ കുരുവിൽ നിന്ന് വേർപെട്ട് വരണം. ഇതാണ് അതിന്റെ പരുവം. ഓവറായിട്ട് വെന്ത് കുഴയാനായിട്ട് പാടില്ല. ഈ ഒരു സമയം നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. തീ കൈ പൊള്ളാതെ സൂക്ഷിക്കണേ, അങ്ങനെ കൈ വെച്ച് തൊടുമ്പോൾ. ഇനി ഇത് വെള്ളം മാറ്റിയിട്ട് തണുത്തതിന് ശേഷം നമുക്കിതിനെ വേർപെടുത്തിയെടുക്കാം. അപ്പം നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ നെല്ലിക്കയും അടർത്തി എടുക്കാം. നമ്മളിപ്പോൾ നെല്ലിക്കയെല്ലാം അടർത്തി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു 1/4 കപ്പ് വെളുത്തുള്ളിയും 6 പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വെളുത്തുള്ളി ഒരു 1/2 കപ്പോ അല്ലെങ്കിൽ 3/4 കപ്പോളം നമുക്ക് എടുക്കാം. നമ്മളിപ്പോൾ എന്തായാലും 1/4 കപ്പേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വരാം. ഇനി അച്ചാറുണ്ടാക്കാനായിട്ട് നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടാകുമ്പോഴേക്കും അതിലേക്ക് 1/4 കപ്പ് നല്ലെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് കടുകും കൂടി ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം പൊട്ടുമ്പോഴേക്കും ഒരു 3-4 വറ്റൽമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇത്രയും വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിരുന്ന വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നീളത്തിലാണ് വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരുന്ന പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. നമുക്ക് ഈ ഒരു സമയം തീ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ പൊടികളെല്ലാം കരിഞ്ഞു പിടിക്കും. നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. സാധാരണ മുളക് പൊടിയാണെങ്കിൽ 3 ടീസ്പൂൺ മതിയാകും. എന്നിട്ട് ഇതിന്റെ പച്ചമണം മാറ്റിയെടുക്കുക. 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 3/4 ടീസ്പൂൺ ചേർക്കാം. അതിലും കൂടി കഴിഞ്ഞാൽ കഴിക്കും. പിന്നെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് പച്ചമണം മാറ്റിയെടുക്കാം. നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള അത്രയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് വിനാഗിരി കൂടി ഈ ഒരു സമയം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയം നമ്മൾ വേവിച്ച് വെച്ചിരുന്ന നെല്ലിക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൂട്ടും നെല്ലിക്കയായിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. നെല്ലിക്ക വേവിച്ച വെള്ളവും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. അത് ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ക്രഷ് ചെയ്ത മുളകും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ കാശ്മീരി മുളകാണ് പൊടിച്ചു വെച്ചിരിക്കുന്നത്. അതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ നെല്ലിക്ക അച്ചാർ റെഡി.